ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് ഒരു ഔട്ടിങ് പോകാമെന്ന് തീരുമാനിച്ചു. പെട്ടെന്നെടുത്ത് തീരുമാനം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 5:30-6 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ടാറ്റ പോകുന്നതിനുള്ള എല്ലാ സന്തോഷവും യുവൻ്റെ മുഖത്തുണ്ട് കേട്ടോ. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ നമ്മളങ്ങനെ ചെറുതുരുത്തി എത്തി കേട്ടോ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നിലയ്ക്കൊരു പ്രത്യേക സൗന്ദര്യമാണല്ലോ. അപ്പോൾ അതെന്തായാലും ഇഹുനും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഹു എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഭാരതപ്പുഴ കാണാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുതുരുത്തി പാലം എത്താറായി കേട്ടോ. ഈ ടൈമിൽ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 സൈഡും ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡും ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കാര്യം ഞായറാഴ്ചയും കൂടിയല്ലേ, അപ്പോൾ അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറേ പേരൊക്കെ പോയിരിക്കണു. ഞങ്ങളൊരു 6 ടൈമൊക്കെ ആയി അവിടെ എത്തുമ്പോഴേക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇഹുവിനെ വെള്ളത്തിലിറക്കാൻ വേണ്ടിയിട്ട് പുഴേൻ്റെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷൂവൊക്കെ മാറ്റിയിട്ട് ഇഹുവിനെ ഇറക്കിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാലൊക്കെ ഇട്ടടിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ചുറ്റും ഇങ്ങനെ നോക്കണമുണ്ട്, കാലിട്ടടിച്ച് കളിക്കണമുണ്ട്. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എടുത്തപ്പിക്കും പിന്നെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനാണ് ഈ കാട്ടിക്കൂട്ടണത്. എന്നെ ഇറക്കി വിട് പറഞ്ഞിട്ടുള്ളത്, കയ്യിലിരിക്കണേ ഇല്ല. അങ്ങനെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പം എന്നിട്ട് കുറച്ച് നേരം കൂടി ഇന്ന് കളിച്ചോട്ടേ പറഞ്ഞിട്ട് വെള്ളത്തേക്ക് വീണ്ടും ഇറക്കി വിട്ടു. അപ്പോൾ വീണ്ടും ഇങ്ങനെ കാലൊക്കെ ഇട്ടടിച്ച് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. ആ നേരെ കാണുന്നത് നില ബോട്ട് ക്ലബ്ബാണ് കേട്ടോ. അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് പാലത്തിലേക്കുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. അവിടെ കുതിര സഫാരി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് നല്ല കടലിൽ വാങ്ങിയിട്ട് അവിടെ കുട്ടികളുടെ ഒരു പാർക്കുണ്ട്, അവിടേക്ക് പോയി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത പാർട്ടായിട്ട് ഇടാം. ബായ്.